ഇന്നത്തെ മനോരമ പത്രത്തിലെ ഫ്രണ്ട് പേജിലെ ഒരു കോളം ന്യൂസാണ്. ജയിൽ തടവുകാരുടെ വേതനം 10 ഇരട്ടി വർദ്ധിപ്പിച്ചു. അത് 650, 600, 530 ഒക്കെ ആയി എന്നതാണ് വാർത്ത. നേരത്തെ ഉണ്ടായിരുന്ന 62 രൂപയോ 52 രൂപയോ ഒക്കെ ഇങ്ങനെ ആക്കി എന്നുള്ളതാണ് അതിൽ പറഞ്ഞത്. സ്വാഭാവികമായി അതിൽ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ വേതനവുമൊക്കെയായി താരതമ്യം ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്ക് തോന്നുക ഇനി ജയിലിൽ കിടക്കുന്ന സുഖമാണ്, വലിയ വരുമാനമാണ്, ഭയങ്കര ലാഭമാണ് എന്ന് പറയുന്ന ഒരു സംഗതി തോന്നാൻ ഉള്ള സാധ്യതയുണ്ട്. എൻ്റെ ഒരു നല്ല ജ്യേഷ്ഠ സുഹൃത്തും കഴിഞ്ഞ ദിവസം എന്നോട് ഈ ആശങ്ക പങ്കുവച്ചു. ഇങ്ങനെയൊക്കെ വാരി കൊടുക്കാവോ, അതും ഈ പ്രതിസന്ധി നിൽക്കുന്ന സ്റ്റേറ്റിൽ ജയിൽ തടവുകാർക്ക് ഇങ്ങനെ കൊടുത്താലുള്ള സ്ഥിതി എന്താണ് എന്നൊക്കെ പറയുന്ന ആശങ്കയാണ് എനിക്കും തോന്നിയത്. ഇതിപ്പോൾ ജയിൽവാസം സുഖകരമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒത്തിരി സഖാക്കൾ ജയിലിലുള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകളും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ വരികയുണ്ടായി. സ്വാഭാവികമായി ഇതിനെ സംബന്ധിച്ച് അറിയാവുന്ന, അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് അലക്സാണ്ടർ ജേക്കബ് സാർ എന്ന് പറയുന്ന പഴയ ജയിൽ DIG ആയിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയമോ അത്തരം താല്പര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ സംസാരിക്കാതെയോ ആയിരുന്നു ഇതെടുത്തിരുന്നതെങ്കിൽ ഞാൻ വേറൊരു ആംഗിളിലായി പോകുമായിരുന്നു. കാരണം ഇത് കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവും, ഇത് വാരിക്കോരി കൊടുക്കലാണ് എന്നൊക്കെ എനിക്കും ചിന്ത വന്നേനെ. പക്ഷേ അദ്ദേഹം വഴിയാംവണ്ണം കഥ പറഞ്ഞപ്പോൾ അത് മറ്റൊരു ചിത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായത്. അദ്ദേഹത്തിൻ്റെ സംഭാഷണം നിങ്ങൾക്ക് കേൾക്കാം. ഞാനും അദ്ദേഹവുമായി ടെലിഫോണിൽ നടത്തിയ സംഭാഷണമാണ്. അദ്ദേഹം ജയിലിൽ നടക്കുന്നത് എന്താണെന്നും അവിടുത്തെ മനുഷ്യരാരാണെന്നും എത്ര പേർക്കാണ് ഇതിൽ ഗുണം കിട്ടുന്നതെന്നും എങ്ങനെയാണ് ഈ തുക കൊടുക്കുന്നതെന്നുമൊക്കെ വളരെ കൃത്യമായി അതിൽ പറയുന്നുണ്ട്. കേൾക്കാം. വേതനം വർദ്ധിപ്പിച്ചല്ലോ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തുവാ സാറേ? അതിന് രണ്ട് വളരെ വ്യത്യസ്തമായ വിമർശനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നു. ജയിൽ വേതനം 10 ഇരട്ടി വർദ്ധിപ്പിച്ചു, ഇനി ജയിലാണ്. ജയിലിലെ ഒറിജിനൽ വേതനം 32 രൂപയായിരുന്നു. അപ്പൊ ഈ ജയിലിൽ വരുന്നവന് അവിടെ കൂലിവേല ചെയ്തിട്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന 32 രൂപ കൊണ്ടാണ് സ്ലിപ്പ് വലിയും. പിന്നെ ഈ അധിക സംഗതി ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുമ്പോൾ അവരുടെ ഫണ്ടങ്ങ് തീരും. അപ്പൊ ഈ ഒരു തടവുകാരൻ അവന്റെ വീട്ടിൽ ആകെ ബ്രെഡ് വീണതായിരിക്കും ചിലപ്പോൾ. അപ്പൊ ഇവനിഞ്ഞ് ഇവിടുത്തെ കഴിയുമ്പോൾ അവന്റെ വീട് പട്ടിണിയാവും. അപ്പൊ ഈ ഭാര്യ പിന്നെ ശരീരം വെച്ചോണം ജീവിക്കാൻ അവള് വേശ്യാവൃത്തിയിലേക്ക് അങ്ങ് പോകും. അപ്പൊ ഈ ഇവള് വേശ്യാവൃത്തിക്ക് പോയി കഴിയുമ്പോ ഈ മക്കളെ അറ്റൻഡ് ചെയ്യാൻ ആരുമില്ല. അവരെ പിടിച്ചു പറയും, മോഷണവും ഒക്കെ ആയിട്ട് കുറച്ച് കഴിയുമ്പം ഈ ഭാര്യയെ വനിതാ ജയിലിലോട്ടെത്തും. മക്കള് കുറച്ച് കഴിയുമ്പം ജൂനിയൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അവൻ ജൂനിയൽ ഹോമിലെത്തും. അപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് 4-5 പേര് കുറ്റവാളികളാവും. അപ്പൊ ഇത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ ജയിൽ DGP ആയപ്പോൾ ഞാൻ ഈ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് അവരുടെ വേതനം 200 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പൊ 200 രൂപയായിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ അവൻ ഒരു മാസം ഒരു 25 ദിവസം ജോലി ചെയ്യുമ്പോൾ അവൻ ഏകദേശം ഒരു 5000 രൂപ കിട്ടും. അതിൽ 3000 രൂപ കമ്പൽസറി വീട്ടിലയച്ചേക്കണം. അവന്റെ ഭാര്യയുടെയോ അല്ലെങ്കിൽ വീട്ടിലൊരാളിന്റെയോ മണി ഓർഡർ അയക്കാനുള്ള അഡ്രസ് നമ്പർ ഞാൻ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് എല്ലാ മാസം അത്രയും തുക അവന്റെ വീട്ടിൽ ഭാര്യയ്ക്ക് കിട്ടും. അപ്പൊ അന്ന് പത്രങ്ങൾ എന്നെ കളിയാക്കി. അതായത് ഇവൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങരുത് എന്ന് ഈ ഭാര്യമാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഇവൻ ജയിലിൽ കിടക്കുന്നിടത്തോളം കാലം ഈ 3000 രൂപ വന്നോണ്ടിരിക്കും. അപ്പം 2010 ആലോചിച്ചോണം, അന്ന് ഈ 3000 രൂപ ഇന്നത്തെ ഒരു 10000 രൂപയ്ക്ക് വിലയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത്, ഈ മക്കളെ രക്ഷിക്കാൻ വേണ്ടി ബിലോ പോവർട്ടി ലൈൻ ആയിട്ടുള്ള തടവുകാരുടെ മക്കൾ 10ാം ക്ലാസ്സിന് താഴെയാണെങ്കിൽ ഒരു മാസം 500 രൂപ അവർക്ക് അയച്ചു കൊടുക്കും. 10ാം ക്ലാസ്സിന് മുകളിലാണ് ആ കുട്ടി പഠിക്കുന്നതെങ്കിൽ, കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ 1000 രൂപ വെച്ച് അയച്ചു കൊടുക്കും. അപ്പൊ ഒരു തടവുകാരന് 4-5 മക്കളുണ്ട്. അപ്പൊ അവന് ആ മക്കള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ പഠിത്തത്തിന് ഈ അമ്മ പൈസ കണ്ടെത്തണ്ട, ആ പൈസ ജയിലിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടും. അപ്പൊ ജയിലിലെ ചപ്പാത്തിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു 6 കോടി 7 കോടി ഉണ്ട്. അപ്പൊ ഇവര് ഉണ്ടാക്കുന്ന ജയിലിൽ സർക്കാർ ഖജനാവിൽ നല്ല പൈസ പോകുന്നത് ഈ അവരുണ്ടാക്കുന്ന അധ്വാനത്തിന്റെ ഫലമാണ് അവർക്ക് പോകുന്നത്. അപ്പൊ അവര് കഷ്ടപ്പെട്ടപ്പോ സാധാരണ ഒരു ചപ്പാത്തി 8 രൂപയായിരുന്നു മാർക്കറ്റിൽ വില. അപ്പൊ ഞാൻ ഈ ചപ്പാത്തി മെഷീൻ വരുത്തിയത് കൊണ്ട് ഒറ്റയടിക്ക് ഒരു മണിക്കൂറിൽ 2000 ചപ്പാത്തി ഇറങ്ങിയത്. ഇപ്പൊ രാത്രി 10 മണിക്ക് വർക്ക് തുടങ്ങിയാൽ രാവിലെ ആകുമ്പോഴത്തേന് 20,000 ചപ്പാത്തി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സെൻട്രൽ ജയിലിലേക്ക് 3 മെഷീൻ വാങ്ങിച്ചു. അപ്പൊ ഒരു മണിക്കൂറിൽ 6000-7000 മെഷീനാണ് ഇറങ്ങുന്നത്. അപ്പൊ ജയിലിലെ തടവുകാർക്ക് പണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ രാത്രി കാണാൻ പോയി. അപ്പൊ രാത്രി 12 മണിയാകുമ്പോ തുടങ്ങും.
വലിയൊരു മെറ്റാലിക് പ്ലേറ്റ്, ഒരു സാധനം പോലെ ഒരു 6 അടി നീളം 4 അടി വീതിയുള്ള പലകയാ. അതിനകത്തോട്ട് ഒരു 3 ചാക്ക് ഗോതമ്പ് പൊടി അങ്ങ് കുടഞ്ഞിടും. എന്നിട്ട് അതിനകത്ത് 2 ബക്കറ്റ് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഈ തടവുകാര് കയറി ചവിട്ടി കുഴയ്ക്കാണ്. ഇത് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ചവിട്ടി കുഴച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവന്റെയൊക്കെ ശരീരത്തിൽ നിന്ന് ഈ വേർപ്പ് ഇങ്ങനെ മാവിലോട്ട് വീഴുകയാണ്. അപ്പൊ അത്രയും കുറച്ച് ഉപ്പിട്ടാൽ മതി. കാര്യം വേർപ്പിൽ നിന്ന് ഉപ്പൂടെ കിട്ടുമ്പോൾ അത് വേറൊരു കുഴഞ്ഞ പരുവാണ്. അപ്പൊ ഞാനിത് മാറ്റിയിട്ടാണ് ഈ ചപ്പാത്തി മെഷീൻ കൊണ്ടുപോയത്. ചപ്പാത്തി മെഷീൻ കൊണ്ടുവരുമ്പോൾ മറ്റേത് 12 മണിക്ക് തുടങ്ങിയാല് വെളുപ്പിനൊരു 5:30, 6 ആകുമ്പോഴത്തേന് ഈ ചപ്പാത്തി റെഡി ആവുള്ളൂ. പണ്ട് വളരെ എളുപ്പമാണ്. ഗോതമ്പ് കൊണ്ട് കുഴച്ച് ഉണ്ടയാക്കി അങ്ങോട്ട് കുഴിക്കാൻ കൊടുക്കുക. അപ്പൊ അത് പാചകം ചെയ്യുമ്പോൾ അതിന്റെ സർഫസ് മുഴുവൻ കരിഞ്ഞു പോകും. അപ്പൊ അത് നുള്ളി എടുത്ത് കളയണം ആദ്യം. പിന്നെ ഈ ഉണ്ടയുടെ അകത്ത് വേവുകയില്ല ശരിക്കും. അപ്പൊ പലപ്പോഴും ഇതെല്ലാം പറയുമ്പോഴും കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതിനകം വേവത്തില്ല. അപ്പൊ അതവരെടുത്ത് കളയും. അപ്പൊ രാവിലെ ഇവർ ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേന് ഒരു 100-500 പ്രാവ് ഇങ്ങനെ വരും. പ്രാവും കാക്കയൊക്കെ ഒരു ഇതിന്റെ ഈ തിന്നാൻ വേണ്ടി. അത് മാറ്റാൻ വേണ്ടിയാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടി ഉമ്മൻചാണ്ടിയാണ് എനിക്ക് അനുവാദം നൽകുന്നത്. ചപ്പാത്തി, ഇഡ്ഡലി എല്ലാം. അത് ഈ ജയിലിൽ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിനെ പറ്റി അസംബ്ലി ഭയങ്കര ബഹളം. അപ്പൊ നാർഭാഷണിലേക്ക് സൗകര്യം ചെയ്ത് കൊടുത്തു. അഴിമതി വീരനായവനെ താഴ്ത്തുന്നു. അസംബ്ലി ഭയങ്കര അപ്പൊ എന്നോട് പറഞ്ഞതിന് മറുപടി എഴുതി കൊടുക്കാൻ. അത് എഴുതി കൊടുക്കാൻ വേണ്ടി ഞാൻ അസംബ്ലിയിൽ ചെന്നാണ്. അപ്പൊ നാർഭാഷണിലെ അഴിമതിക്ക് ശിക്ഷിച്ചിട്ടില്ല. അഴിമതി ശിക്ഷിച്ച് 7 കൊല്ലം ശിക്ഷിക്കേണ്ടത്. അപ്പൊ 100 ചാക്ക് സിമെന്റ് ഉപയോഗിച്ചാൽ 50 ചാക്ക് സിമെന്റിന്റെ ചാക്ക് തിരിച്ചേൽപ്പിച്ചാൽ മതി. അത് ചെയ്തതിനാണ് ആർഭാഷണിലേക്ക് 1 കൊല്ലം ശിക്ഷ കിട്ടിയത്. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ അസംബ്ലി ഭയങ്കരമാണ്. ചപ്പാത്തിക്ക് 8 രൂപ, ഇഡ്ഡലിക്ക് 8 രൂപ, ഭയങ്കരമാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ചോദ്യമൊക്കെ പറഞ്ഞു കൊടുത്ത് ഉത്തരം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മഞ്ഞോട് പറഞ്ഞു, സാർ ഈ അസംബ്ലി ബഹളം വെച്ചാൽ സാധനത്തിന് വില കുറയോ? നമ്മളത് വില കുറച്ച് കൊടുക്കണ്ടേ? ഉമ്മഞ്ഞാണ്ടി ചോദിച്ചു അതെങ്ങനെ പറ്റും? നമ്മൾ സാറേ ഞാൻ 2 രൂപയ്ക്ക് സംഗതി കൊടുക്കാമോ? അപ്പൊ ഉമ്മഞ്ഞാണ്ടി എനിക്ക് അനുവാദം തന്നു. അപ്പൊ എല്ലാ പ്രോഡക്റ്റിന്റെയും 60% തൊഴിലാളികൾക്കുള്ള കൂലിയാണ്. അപ്പൊ ജയിലിൽ ഈ 60% കൂലിയില്ല. ജയിൽ തടവുകാരല്ല ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് 5-6 കോടി രൂപ ലാഭം ഉണ്ടാക്കുന്നത്. അതിനകത്തു നിന്നാണ് ഈ തടവുകാർക്ക് കൂലി കൊടുക്കുന്നത്. മനസ്സിലാവുന്നതാ? മനസ്സിലായി. അപ്പൊ അങ്ങനെ 200 രൂപ കൊടുക്കുമ്പോൾ അത് 3000 രൂപ വീട്ടിൽ സ്ത്രീകൾക്ക് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. കുട്ടികൾക്ക് പഠിക്കാനായിട്ട് 10,000 കുട്ടിക്ക് 500. പക്ഷെ ഇപ്പൊ കൊടുക്കുന്നത് ഖജനാവിൽ നിന്നല്ലേ? അല്ല ഇപ്പൊ കൊടുക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ല ഇപ്പൊ വർദ്ധിപ്പിച്ചു. സർക്കാരിന് 1 പൈസ ചെലവില്ല. ഇപ്പൊ ഈ പ്രഖ്യാപിച്ചതിനകത്തും 1 പൈസ ഇല്ല. ഇപ്പോഴും അന്ന് ഞാൻ 3 കോടി രൂപ ഉണ്ടാക്കിയ സാധനം ഇപ്പോൾ 16 കോടി രൂപയാണ് മിച്ചം. 16 കോടി രൂപ. അതായത് സർക്കാരിന്റെ ഖജനാവിലേക്ക് ബഡ്ജറ്റിൽ പറയാത്ത ഒരു 16 കോടി രൂപയാണ് വരുന്നത്. ഈ 16 കോടി രൂപ എന്ന് പറയുന്നത് തടവുകാർ ജോലി ചെയ്തുണ്ടാക്കുന്ന ചപ്പാത്തി, പൊറോട്ട, നമ്മുടെ ഇഡ്ഡലി, കേക്ക്, തൃശ്ശൂരൊക്കെ കേക്ക്, പിന്നെ നമ്മുടെ മറ്റേ ബിരിയാണി, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കി 3 കോടി രൂപ വർദ്ധിച്ച് 16 കോടി രൂപയായി. അപ്പൊ ട്രഷറി ക്ലോസ് ചെയ്യുന്ന പരിപാടി ഇപ്പൊ ഇല്ല. അതായത് മറ്റേത് ട്രഷറിയിലെ പൈസ അങ്ങ് തീരും. ഇപ്പൊ എല്ലാ ദിവസവും വൈകിട്ട് 4 മണി കഴിയുമ്പോഴത്തേന് അന്നത്തെ വിറ്റ പൈസ ട്രഷറി കൊണ്ട് അടയ്ക്കും. അപ്പൊ ട്രഷറി പൂട്ടുന്ന പ്രശ്നമേ ഇല്ല. കാര്യം തിരുവനന്തപുരം വൈകിട്ട് സന്ധ്യ ആകുമ്പോഴത്തേന് 4-5 ലക്ഷം രൂപയാണ് വന്ന ട്രഷറിയിലോട്ട് അടയുന്നത്. അപ്പൊ ട്രഷറി ക്ലോസ് ചെയ്യുന്ന പരിപാടി ഇല്ല. സാർ ഞാനിപ്പോ ചോദിക്കട്ടെ, ഈ മെച്ചപ്പെട്ട വേതനം നൽകുമ്പോ അത് പിന്നെ ഈ പറയുന്ന പോലെ കുറ്റകൃത്യങ്ങളും കുറ്റവാളികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാകൂലേ? എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു? ഇപ്പൊ പുറത്ത് കഴിയുന്നതിനേക്കാൾ ലാഭമാണ് ജയിലിൽ കഴിയുന്നതെന്നുള്ള രീതി വരൂല്ലേ? അങ്ങനെയല്ലല്ലോ. ഈ വള്ളത്തോൾമന്റെ പാടി ബന്ധ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാടില്ല. ജയിലിൽ കിടന്നാൽ മാത്രമേ അതിന്റെ കഷ്ടപ്പെടുന്നത് മനസ്സിലാകത്തുള്ളൂ. ഒരു മനുഷ്യനും അതിന് സ്വാതന്ത്ര്യം മണയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവൻ സ്വാതന്ത്ര്യം ഒരു പ്രത്യേക രീതിയിൽ ഹനിക്കപ്പെട്ടവിടെ വരികയാണ്. അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന എല്ലാവർക്കും വേദന ഇല്ല. പ്രിവെന്റീവ് ഡിറ്റൻഷൻ വരുന്ന ആർക്കും ജോലി ചെയ്യണ്ട. അപ്പൊ അപ്പൊ കിടക്കുന്ന 10,000 പേരുടെ 3,500 പ്രിവെന്റീവ് ഡിറ്റൻഷനാണ്. ഇപ്പൊ ശബരിമല സ്വർണ്ണ കേസിൽ അകത്തിട്ടിരിക്കുകയാണ്. അവരെല്ലാം പ്രിവെന്റീവ് ഡിറ്റൻഷനാണ്. അവർക്ക് ശിക്ഷ ഇല്ല. രണ്ടാമത് ശിക്ഷിക്കുമ്പോൾ ലഘു തടവുകാരുണ്ട്. കഠിന തടവും ലഘു തടവും ഉണ്ട്. അതിൽ ലഘു തടവുകാർക്ക് ജോലി ചെയ്യണ്ട.
അങ്ങനെ ഒരു 3500 പേരുണ്ട്. അപ്പൊ ഈ 10000 പേര് കിടക്കുന്നതിനകത്ത് ഈ കട്ടിൽ കിടക്കുന്ന ഒരു 3200 പേർക്ക് മാത്രമേ ഈ ജോലി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ ജോലി ചെയ്യുന്ന ആ കേസിൽ തന്നെ ഈ മെഡിക്കൽ കാറ്റഗറീസിലുള്ള ആർക്കും ജോലി ചെയ്യണ്ട. അപ്പൊ മെഡിക്കൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 800 പേര് പോയി. പിന്നെ ഈ വേതന വസ്ത്രം എന്ന് പറയുന്നത് 2400 പേർക്ക് മാക്സിമം കിട്ടുന്ന ഒരു പരിപാടിയാണ്. മാക്സിമം. അപ്പൊ ആ വേതനം കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ കുടുംബം പട്ടിണിയാവാതിരിക്കും, അവന്റെ മക്കളെ പഠിക്കും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ബാക്കി കിട്ടുന്നത് വളരെ കുറച്ചാണ്. അപ്പൊ ഞാൻ അന്ന് 200 രൂപ കൊടുത്തത് ഇപ്പോഴത്തെ മാർക്കറ്റ് നിരക്കിൽ ഇറ്റ് ഹാസ് ബിക്കം 600. അത്രേ ഉള്ള സർക്കാർ വേതനം കൂട്ടിയിട്ടില്ല. ഞാൻ അന്ന് കൊടുത്ത തുക ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ റേറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം 600.